ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും റമദാനിലെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ കാണിക്കാൻ. ഞാനിതിൽ പ്രത്യേകിച്ച് ഇടയത്താഴത്തിനുള്ള ദുഹൂറിലെ ടൈമൊന്നും പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. കാരണം എനിക്കതിൽ കാണിക്കാൻ പാകത്തിന് സ്പെഷ്യലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ അന്നും ഇന്നും എന്നും ഇടയത്താഴത്തിന് ചോറുണ്ട് ശീലിച്ച ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറും നമ്മുടെ സാധാരണ കറികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പ്രത്യേകം ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു മൂഡല്ലല്ലോ. ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ എണീച്ച് വന്ന് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നുമില്ല. അപ്പോൾ പിന്നെ അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. എനിക്ക് എപ്പോഴും ഇടയത്താഴത്തിന് ചോറ് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. എന്നാലേ എനിക്കൊരു എനർജിയൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും കാര്യം അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ കുറേ മുന്നേ ഇതുപോലെ എല്ലാവരും സ്നാക്സൊക്കെ കഴിക്കണേന്ന് പറഞ്ഞ് കേട്ടിട്ട് ഞാനും ഇതുപോലെ സ്നാക്സൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചോറുണ്ട ദിവസത്തെ അപേക്ഷിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര ക്ഷീണം ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ എന്നും ചോറ് തന്നെയാണ്, ചോറുണ്ടാണ് ശീലിച്ചേക്കണത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പിള്ളേർക്കുള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്യണതാണ് കേട്ടോ. പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എടുത്താൽ മതി. നോമ്പായതുകൊണ്ട് തന്നെ മറ്റേ ആൾക്ക് നോമ്പായിരുന്നു. അപ്പം ഞാൻ ഈ റമദാൻ്റെ ടൈമിൽ പ്രത്യേകിച്ച് ചോറും കറികളൊന്നും ഉണ്ടാക്കി കൊടുത്ത് വിടാറൊന്നുമില്ല. സ്നാക്ക് എന്താണോ ഉള്ളത് അത് തന്നെയാണ് കൊടുത്ത് വിടൽ. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് ഇഫ്താറിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും പിന്നെ തലേന്നത്തെ കടലക്കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി ലഞ്ചൊക്കെ റെഡിയാക്കി കൊടുത്ത് വിട്ടു. പിന്നെ സ്നാക്സിന് ഒരു ലോട്ടി ചോക്കോപ്പൈ ഉണ്ടായിരുന്നു, കുറച്ച് നട്ട്സും വെച്ച് അതും കൊടുത്തു വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് പിള്ളേർ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് വൈകിട്ട് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് അപ്പം ചുടാനായിട്ടാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അരി ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരയ്ക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ വൈകിട്ടത്തേക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ മുന്തിരി ഒന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കാറ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം കുറച്ചും കൂടെ കൊഴുപ്പും ഒക്കെ കിട്ടുമല്ലോ. പക്ഷെ ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് കേട്ടോ ഞാനത് അറിഞ്ഞത്. ഞാനല്ലാതെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇങ്ങനെ അടിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട്. നല്ല നമ്മൾ സാധാരണ നോർമലായിട്ട് അടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റും അതേപോലെ തന്നെ കൺസിസ്റ്റൻസി വൈസും നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ അടിക്കണേ. അപ്പം നമുക്ക് തിളപ്പിച്ച് കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കുമല്ലോ. പിന്നെ ആ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ജ്യൂസ് അടിക്കണമെങ്കിൽ. പിന്നെ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷമല്ലേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. തിളപ്പിച്ചടിക്കണ ജ്യൂസൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും, വീണ്ടും ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വാങ്ങിയ ഫുൾ ചിക്കനിൽ ഒരു ഹാഫ് ഒരു അത്യാവശ്യം നല്ല ബ്രസ്റ്റ് പീസുകളെല്ലാം ഞാൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് വെച്ചതാണ് കേട്ടോ. ബാക്കി ഒരു 2 കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ അത്രയൊക്കെ മതി, വളരെ കുറച്ച് കറി മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട്ലേറ്റിന് വേണ്ടി അത്യാവശ്യം നല്ല പീസുകളൊക്കെ മാറ്റിയതിന് ശേഷം ബാക്കി കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ലെഗ് പീസും വേറെ 2 പീസും കൂടെ പിള്ളേർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അതും മസാലയൊക്കെ തിരുമ്മി വെച്ചു. ഫ്രൈ ചെയ്തിട്ട് തന്നെ എപ്പോഴും കറി വെക്കണേ. അപ്പോൾ അങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് അതും മസാലയൊക്കെ തിരുമ്മി അത് റെഡിയാക്കി മാറ്റി വെച്ചു.
പിന്നെ ഇപ്പം എന്താ എല്ലാവരുടെയും ഒരിതിൽ നോക്കുമ്പോൾ നമുക്ക് സ്നാക്സ്, അതായത് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് പ്രിപ്പയർ ചെയ്യണ സ്നാക്സൊന്നും നമുക്കങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ഒരു ഗ്ലാസ് ജ്യൂസും ഒരു ഒന്നോ രണ്ടോ കട്ട്ലേറ്റ് ചിലപ്പോൾ കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ സ്നാക്സൊന്നും പിന്നെ വേണ്ടാന്ന് തന്നെ തോന്നിപ്പോവും. എൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ റമദാനിൽ ഞങ്ങൾ ഇങ്ങനെ രാത്രി വേറെ എന്താ പറയുക, ഡിന്നറായിട്ട് വേറെ പ്രത്യേകിച്ച് ചോറൊന്നും കഴിക്കലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ജ്യൂസും പിന്നെ കട്ട്ലേറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വിശപ്പൊക്കെ ആകെ മാറും. അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നെ പിള്ളേരെ പഠിപ്പിക്കൽ, നിസ്കാരം എല്ലാം ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ നമ്മൾ ചോറുണ്ടിട്ട് കിടക്കുമല്ലോ, ആ ഒരു ടൈമിൽ അതേപോലെയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്നാക്സൊക്കെ കഴിക്കാറ്. അല്ലാതെ അപ്പം തന്നെ നമുക്ക് വേണ്ടി വരില്ല, എനിക്കൊന്നും വേണ്ടി വരാറില്ല. ഞാനൊക്കെ പിന്നെ ചോറുണ്ണാറില്ല, അതിന് പകരമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കടി അത് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ കിടക്കാറ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് മുന്തിരിയൊക്കെ തിളപ്പിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, ഗ്യാസ് അടുപ്പൊക്കെ ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അടിച്ചു വാരൽ തുടയ്ക്കലൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ളുഹർ നിസ്കരിച്ചു. കുറച്ച് നേരം ഓതലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇഫ്താറിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി മുന്തിരിക്ക് ചൂടാണ്. അപ്പം മാക്സിമം നേരത്തെ അടിച്ച് വെച്ചാലാണല്ലോ നമുക്ക് നല്ല തണുപ്പിച്ച് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കറിയുടെയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനും പിന്നെ കട്ട്ലേറ്റിൻ്റെ പണിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും കട്ട്ലേറ്റൊക്കെ തന്നെയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്നാക്കും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കറിക്കും അതേപോലെ തന്നെ കട്ട്ലറ്റിനും മറ്റ് സ്നാക്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള സവാള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചധികം തന്നെ വേണമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, വാങ്ങിയ ഫുള്ള് ചിക്കൻ്റെ ഒരു ഹാഫ് ഞാൻ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫുള്ള് നമുക്കൊരു ദിവസത്തേക്ക് വേണ്ടല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പത്തിന്, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് അങ്ങനെ റെഡി ടു കുക്കായിട്ട് ഞാൻ റെഡിയാക്കി ഫ്രീസറിൽ വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3-4 ദിവസത്തേക്കുള്ള ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സവാളയും ഒക്കെ എടുത്തത്. പിന്നെന്താ, എല്ലാവരുടെയും ഈ വർഷത്തെ നോമ്പ് എങ്ങനെയൊക്കെയുണ്ട്? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല ഒരു റിലാക്സായിട്ട് തോന്നാറുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഭയങ്കര ക്ഷീണമായിരുന്നു, ഭയങ്കര ചൂടും ഭയങ്കര ഒരു ചൂട് കാലാവസ്ഥയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് പ്രിപ്പറേഷന് കിച്ചണിലേക്ക് വന്നാൽ തന്നെ ഫുള്ള് മടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം നല്ലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. കാരണം ചൂട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെ ആവാൻ നമുക്ക് ദുആ ചെയ്യാം.
പിന്നെ നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എൻ്റെ പണ്ടത്തെ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാം, കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള അതൊന്നും പ്രത്യേകിച്ച് എണ്ണയിലിട്ട് വാട്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ച്, പിന്നെ തക്കാളി ഇന്ന് എൻ്റെ അടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്തില്ല. അല്ലെങ്കിൽ തക്കാളിയും കൂടിയിട്ട് കുക്കറിൽ 2-3 വിസിൽ അടുപ്പിച്ച്, 2-3 കുറച്ച് നേരം സിമ്മിലൊക്കെ ഇട്ട് ഒന്ന് ശരിക്കും വേവിച്ചതിന് ശേഷം അതാണ് ഞാൻ പിന്നെ എണ്ണയിലേക്ക് ഇട്ട് റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് നേരിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന പണി ഒഴിവാക്കി കിട്ടും കേട്ടോ. മാക്സിമം നമ്മൾ ഈ നോമ്പിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി മാക്സിമം കുറയ്ക്കാമെന്നല്ലേ നോക്കണത്. എനിക്ക് നോമ്പിനൊന്നല്ല കേട്ടോ, എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് ബാക്കി വന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത എണ്ണയല്ലോ, വേറെ ഒറ്റ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ കറി വയ്ക്കാൻ നേരത്തും ആ എണ്ണ തന്നെ കുറച്ച് ഞാൻ ഊറ്റി. അങ്ങനെ കറിയുടെ പണി ഏകദേശം കഴിഞ്ഞു. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. കട്ട്ലേറ്റും അതേപോലെ തന്നെ വേറൊരു സ്നാക്കിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞായിരുന്നു. രണ്ടിൻ്റെയും മസാലയൊക്കെ ഒരേപോലെ തന്നെ, കട്ട്ലേറ്റിൻ്റെ മസാല തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഷേപ്പ് ഒന്ന് മാറ്റിയിട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ചിക്കൻ കാലിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പിള്ളേർക്ക് കുറച്ചും കൂടെ കഴിക്കാൻ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിക്കോളുമല്ലോ പിള്ളേർക്കൊക്കെ. കട്ട്ലേറ്റ് ആണെങ്കിലും ഇഷ്ടം കേട്ടോ, കഴിച്ചോളും. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ രസമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച ചിക്കൻ ഞാൻ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനാവുമ്പോൾ മിക്സിയിൽ ചെയ്യേണ്ട കാര്യമില്ല, കൈ കൊണ്ട് ജസ്റ്റ് ആക്കി എടുത്താൽ മതി എന്ന് ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത്രയും പണിയെടുക്കാൻ നിന്നിട്ടില്ല, ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ കിഴങ്ങ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേവിച്ച് പുഴുങ്ങി അതെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ കട്ട്ലേറ്റും ഒക്കെ റെഡിയാക്കാം. പിന്നെ ഇപ്പോൾ എന്താ ബാക്കി ഞാൻ കുറച്ചധികം പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ബാക്കി നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എല്ലാവരും എല്ലാ റമളാനിലും ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. എന്നാലും അറിയില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അവർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ റെഡിയാക്കി വയ്ക്കുമ്പോൾ ഓരോ ലെയർ വയ്ക്കുമ്പോഴും ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പറോ ഉള്ളൂ, അതുകൊണ്ട് ഞാനത് വയ്ക്കുന്നത്. അല്ലെങ്കിൽ അലുമിനിയം ഫോയിലിൻ്റെ ഒരു പീസോ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട്ലേറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ കട്ട്ലേറ്റ് ഫുള്ള് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം മറ്റേ സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെന്താ വേറൊരു സ്നാക്കിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, ആ സ്നാക്ക് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ അതേ മസാല തന്നെ, അതേ ബാറ്ററിലോട്ട് തന്നെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ
ഉപ്പിട്ട് തിളപ്പിച്ച നന്നായിട്ട് തിളച്ചിറക്കണ വെള്ളത്തിലേക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കീറിയിട്ട് ഒന്ന് കോരിയെടുത്തതാണ് കേട്ടോ. അത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യണതാണ് കേട്ടോ. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പോലെയല്ല. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ കനം കുറവായിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷേ ഇത് കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ എണ്ണയിലിട്ടുകൊണ്ട് ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഒരു മാറ്റമുണ്ട്. ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ, വെറുതെ ഒരു രസം അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം എന്താ, നമുക്ക് ബാങ്ക് കൊടുക്കാൻ നേരമായി. അപ്പോൾ പിന്നെ അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊളിച്ച് നല്ല ഇതായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നു, നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ അപ്പമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. Daily eat variety of food, eat more vegetable, drink better water. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ പുറത്തു വരുന്നിട്ടാട്ടോ പിന്നെ പിള്ളേരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അവരുടെ പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നു. പിന്നെ ഇനി രാവിലെ ഇടത്താഴത്തിന് എണീക്കാനുള്ളതാലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം റമളാനിൽ നമ്മൾ മാക്സിമം നേരത്തെ എണീക്കാൻ നോക്കൂട്ടോ, അല്ല കിടക്കാൻ നോക്കൂട്ടോ, സോറി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.